പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കാനാണ് ആഗ്രഹം. പക്ഷേ വിജയിക്കാൻ ഒരു വലിയ പാഠം പഠിക്കേണ്ടതുണ്ട്. അതാണ് പരാജയത്തെ സ്വീകരിക്കുക, അതിൽ നിന്ന് വളരുക, അതുവഴി അതിജീവിച്ചുയരാൻ പഠിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് പരാജയത്തെ പറ്റിയാണ്. പലരും വിജയകഥകളെ മാത്രമാണ് പറയുന്നത്. പക്ഷേ വിജയത്തിൻ്റെ മറുവശത്തുള്ള കഠിനതകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ലോകം വിജയികളെ മാത്രം നോക്കും, പരാജയപ്പെട്ടവരെ നിന്ദിക്കും. നീ പരാജയപ്പെട്ടാൽ കൂട്ടുകാരില്ലാതാകും, സഹപ്രവർത്തകർ ഒറ്റപ്പെടുത്തും. പക്ഷെ അതേ സമയത്ത് നീ പഠിക്കുന്ന എന്താണെന്നുള്ളത് നിന്റെ ഭാവിയെ നിർണ്ണയിക്കും. ആചാര്യ ചാണക്യൻ്റെ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയ ജീവിതത്തിൽ പരാജയം കൈകാര്യം ചെയ്യുന്നതിനുള്ള 10 സുതാര്യമായ തന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാം തന്ത്രം: പരാജയത്തെ മറച്ചുവെക്കരുത്, അതിനെ സ്വീകരിക്കുക. ചാണക്യൻ പറയുന്നു, പലരും പരാജയത്തെ മറയ്ക്കാൻ ശ്രമിക്കും. നാം മികച്ചവരാകണമെന്ന് ഈ സമൂഹം നമ്മെ വെല്ലുവിളിക്കുന്നു. പക്ഷേ നീ പറയണം, ഞാൻ തോറ്റു, പക്ഷേ ഞാൻ അതിൽ നിന്നും പാഠം പഠിച്ചു. ചാണക്യൻ പറയുന്നു, തികച്ചും വ്യക്തതയോടെ തോൽവിയിൽ ബുദ്ധി തേടുക. ആധുനിക മനഃശാസ്ത്രം ഇത് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്നാണ് വിളിക്കുന്നത്. തോൽവിയിൽ നിന്ന് പഠിക്കുന്നവൻ മാത്രമാണ് പറന്നുയരുന്നത്. രണ്ടാം തന്ത്രം: ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിന്റെ പരാജയത്തിന് കാരണമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. നിന്റെ തെറ്റുകളെ തിരുത്താൻ തയ്യാറാകുക. അപ്പോഴാണ് നിന്റെ നോട്ടം ദൃഢമാകുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, തെറ്റ് നിന്നിൽ തന്നെ കണ്ടെത്തുക, പിന്നെ അതിനെ ശരിയാക്കുക. മൂന്നാം തന്ത്രം: ഓരോ പരാജയവും ഒരു പഠനമാക്കുക. തോൽവിയുടെ പൂർണ്ണമായ സങ്കല്പം മാറ്റുക. നീ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അതൊരു ചുവടുവയ്പായി മാത്രം കാണുക. തോമസ് എഡിസൺ പറഞ്ഞതോർക്കൂ, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways ദാറ്റ് വോണ്ട് വർക്ക്. നാലാം തന്ത്രമിതാണ്: നല്ല ഗുരുക്കളെ കണ്ടെത്തുക. നീ ഒരിക്കലും എല്ലാം സ്വയം പഠിക്കേണ്ടതില്ല. നിന്റെ പരാജയങ്ങൾ മറ്റാർക്കോ മുമ്പ് സംഭവിച്ചിട്ടുണ്ടാകാം. അവരുടെ അനുഭവങ്ങൾ പഠിക്കുക. ചാണക്യൻ തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനെ രാജാവാക്കിയത് ഈ രീതിയിലാണ്. അദ്ദേഹം അവൻ്റെ തെറ്റുകൾ അവന് മുമ്പേ തിരുത്തി. ഇനി അഞ്ചാം തന്ത്രം: നിങ്ങൾ തികഞ്ഞ ശ്രമം തുടരുക. ഒരു ശ്രമത്തിൽ തോറ്റുവെന്ന് കരുതി പിന്നെ ഒന്നും ചെയ്യാതിരിക്കരുത്. അത് തന്നെ വീണ്ടും പരീക്ഷിക്കുക, വേറൊരു രീതിയിൽ. നിങ്ങൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക. സൻ സു പറഞ്ഞു, ഇഫ് യു നോ വെൻ ടു ഫൈറ്റ് ആൻഡ് വെൻ നോട്ട് ടു ഫൈറ്റ്, യു വിൽ വിൻ. ആറാം തന്ത്രം: നിന്റെ പ്രതീക്ഷകൾ മാനേജ് ചെയ്യുക. നമുക്ക് വലിയ വിജയങ്ങൾ ഒരിക്കലും പെട്ടെന്ന് സംഭവിക്കില്ല. സമ്പത്ത്, പ്രശസ്തി, അംഗീകാരം ഇതെല്ലാം ഒരുപാട് സമയം കൊണ്ട് മാത്രമേ ലഭിക്കൂ. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാകേണ്ടതാണ്, ഭാവിയിൽ വിജയിക്കാനായി. ഏഴാം തന്ത്രം: ആലോചനയോടെ പ്രവർത്തിക്കുക. പ്രത്യക്ഷത്തിൽ തോറ്റതുപോലെയാണെങ്കിലും നീ ആ പരാജയത്തിൽ നിന്ന് വലിയൊരു വിജയം ഒരുക്കാൻ ശ്രമിക്കണം. വലിയ തന്ത്രങ്ങൾ ഒരിക്കൽക്കും പൊതുവായി അറിയിക്കരുത്. നിന്റെ പദ്ധതികൾ ഗോപ്യമായി സൂക്ഷിക്കണം. ചാണക്യൻ പറഞ്ഞു, നിന്റെ പാതയറിയാതെ ലോകം അമ്പരപ്പിക്കണം. എട്ടാം തന്ത്രം: ശരിയായ സമയത്ത് തിരിച്ചുവരിക. പരാജയപ്പെട്ടപ്പോഴും പിന്മടങ്ങാതിരിക്കുക. ഒരിടവേള എടുക്കുക. തിന്മകളും വിഷാദവും വിട്ടൊഴിയുക. ശക്തിയോടെ തിരിച്ചുവരിക. നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ, ദ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഇൻ ലിവിംഗ് ലൈസ് നോട്ട് ഇൻ നെവർ ഫോളിംഗ് ബട്ട് ഇൻ റൈസിംഗ് എവ്രി ടൈം വി ഫോൾ. ഒമ്പതാം തന്ത്രം: പരാജയത്തെ നിന്റെ കഥയുടെ ഭാഗമാക്കുക. നിന്റെ കഥയിലെ ശോഭയുള്ള ഭാഗം തോൽവിയാണ്. പക്ഷേ അതിനെ മറച്ചുവയ്ക്കരുത്. ലോകത്തിന് കാണിക്കൂ, ഞാൻ പരാജയപ്പെട്ടിരുന്നു, പക്ഷേ ഞാൻ അവിടെ നിന്ന് ഉയർന്നു. ഇത് നിന്നെ മറ്റു വിജയികളിൽ നിന്ന് വ്യത്യസ്തനാക്കും. പത്താമത്തെ തന്ത്രം ഇതാണ്: ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പലപ്പോഴും പരാജയത്തെക്കാൾ വലിയ നഷ്ടം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. നിങ്ങളത് നിലനിർത്തുക. അതാണ് നിന്റെ യഥാർത്ഥ ശക്തി. ചാണക്യൻ പറയുന്നു, ശക്തിയും ബുദ്ധിയും കൂടിയവൻ വിജയിക്കും, പക്ഷേ ആത്മവിശ്വാസമുള്ളവൻ ലോകത്തെ മാറ്റിമറിക്കും. അവസാനമായി, പരാജയം ഒരു അവസാനത്തല്ല, അത് തുടക്കം മാത്രമാണ്. നിനക്ക് പരാജയങ്ങൾ ഉണ്ടായേക്കാം, നീ വീണുപോയേക്കാം, പക്ഷെ അതുകൊണ്ട് നിന്റെ ജീവിതം തീരുന്നില്ല. ഉയരാൻ തയ്യാറാകുക, വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകുക. നിങ്ങൾക്ക് മനസ്സിലൊരു തീ വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയം വരുമെങ്കിലും നീ ഉയരുന്ന വഴി ഭംഗിയാകട്ടെ. ഇനി നീ മുന്നോട്ടു പോകുക, നിന്റെ ലക്ഷ്യത്തെ തേടി തുടരുക. നിന്റെ പാതയിൽ തോൽവികൾ ഉണ്ടാകും, പക്ഷേ നിന്റെ ദൗത്യവും ശ്രമവും ഒരിക്കലും നിൽക്കരുത്. ഇതാണ് ചാണക്യ വിഷന്റെ ഇന്നത്തെ സന്ദേശം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിന്റെ അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവയ്ക്കുക. പുതിയ വീഡിയോകളിലൂടെ വീണ്ടും കാണാം. നന്ദി.